മന്ന കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. തൃശ്ശൂർ ടൗണിലല്ല, ടൗണിൽ നിന്ന് 15-16 കിലോമീറ്റർ ദൂരമുണ്ട് ചേരുംകുഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതൊക്കെ അറിയാം. അതിന് മെയിനായിട്ട് കാരണം നമ്മുടെ ഫാബ്രിക്കുകളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫാബ്രിക്കും എവിടെയും കിട്ടാത്ത ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അതുപോലെ ക്വാളിറ്റിയുള്ള ഫാബ്രിക് അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് കളക്ഷൻ ഉണ്ട്. അത് സ്കിപ്പ് ചെയ്യരുത്. 3 ഐറ്റം കാണിക്കുന്നത് വെറൈറ്റി. നമ്മളൊക്കെ കാത്തിരുന്ന ബ്ലാക്ക് ഹക്കോബ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ ഓഫാക്കിയൊന്നും പോകരുത്. 9 ഡിസൈൻ ഉണ്ട് ബ്ലാക്ക് ഹക്കോബയിൽ കേട്ടോ. അടിപൊളി ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. നരച്ച ബ്ലാക്ക് ഒന്നും അല്ല. കളർ ഗ്യാരണ്ടിയോട് കൂടി നല്ല 100% കളർ ഗ്യാരണ്ടിയിൽ ജെറ്റ് ബ്ലാക്ക് കോട്ടൺ, പ്യുവർ കോട്ടൺ ഹക്കോബയാണ് കേട്ടോ. 9 ഡിസൈൻ ഉണ്ട്, മറക്കണ്ട. ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് കഴിഞ്ഞ് ക്രിസ്മസ് കളക്ഷൻ കാണിച്ചിട്ട് കാന്താ കോട്ടൺ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് കളക്ഷനിൽ ആദ്യം അടിപൊളി അങ്ങനെ ഡിസൈൻ ഉണ്ടോ. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറെ ഡിസൈൻ. ഇതിപ്പോൾ റെഡില് വൈറ്റ് ആയി ഇതേപോലെ ഈ ഡിസൈൻ വരുന്നത്. ഇനി വൈറ്റിൽ റെഡും ഉണ്ട്. ഇത് ഈ സെയിം ഡിസൈൻ തന്നെ. അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഡെൽറ്റ ആണ് കേട്ടോ. ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ്. ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നല്ല ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വലിയ ക്രഷൊന്നും ഇല്ല. 58 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് കേട്ടോ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു അടിപൊളി റേറ്റ്. പെർ മീറ്റർ 80 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഓഫർ ഇട്ടുണ്ടായിരുന്നു ഡെൽറ്റയ്ക്ക്. അതേ ഓഫർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ക്രിസ്മസ് കളക്ഷൻ ആണെന്ന് പറഞ്ഞ് 1 രൂപ പോലും കൂട്ടുന്നില്ല. നിങ്ങൾക്കറിയാം ഡെൽറ്റയൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട്. മിനിമം 90 രൂപയ്ക്ക് ഉണ്ട്. നമ്മൾ 90 രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. നമ്മൾ എന്തായാലും 10 രൂപ കുറച്ച് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. 80 രൂപയേ ഉള്ളൂ. പെർ മീറ്ററിന് 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഞാൻ ഇതിന്റെ കൂടെ തന്നെ വെച്ചൊന്ന് കാണിക്കാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് നിവർത്തുന്നില്ല കണ്ടാ. നമ്മൾ നിവർത്തി കാണിച്ചത് ഇത് അകമ്പുറം കാണുന്ന നിഴലടിക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ലൈനിങ് ഒന്നും അത്യാവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലൈനിങ് കൊടുത്താൽ മതി. ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നിഴലടിക്കത്തില്ല. 58 ഇഞ്ച് വിഡ്ത്തൊക്കെ ഉണ്ട്. സാധാരണ ഒരു സാധാ ടോപ്പൊക്കെ എടുക്കണമെങ്കിൽ ഒരു 1.5-1.25 മീറ്ററൊക്കെ മതിയാവും. പക്ഷേ വണ്ണം കൂടുതൽ ഹൈറ്റ് അതിൻ്റെ മോഡലൊക്കെ വ്യത്യാസം വരുമ്പോൾ അനുസരിച്ച് മീറ്റർ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ മോഡലിലൊക്കെ കേട്ടോ. 58 ഇഞ്ചാണ് വിഡ്ത്ത്. റേറ്റ് വരുന്നത് 80 രൂപ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ഡിസൈൻ കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷനിൽ. അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ 2 വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുള്ളൂ കേട്ടോ. ഒരു മെസ്സേജ് ഒരു നമ്പറിലേക്ക് അയച്ചു, കാണാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞ് മറ്റേ നമ്പറിലേക്ക് ആ സെയിം ഓർഡർ തന്നെ ആരും അയക്കരുത്. അപ്പോൾ കൺഫ്യൂഷൻ ആവും. അങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഓർഡർ മാറ്റി വെക്കും. തിരക്കാവുമ്പോൾ മാറ്റി വെച്ച് പിന്നെ ലാസ്റ്റ് നോക്കുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് 2 നമ്പറിൽ അയക്കരുതെന്ന് കേട്ടോ. അടുത്ത ഡിസൈൻ ആദ്യം നമ്മളിപ്പോൾ റെഡിലല്ലേ നിവർത്തി. ഇനി അടുത്ത ഡിസൈൻ വൈറ്റിലുള്ളത് നിർത്താം. ഓക്കെ, ഇത് വേറൊരു ഡിസൈനാണ് കേട്ടോ. ക്രിസ്മസ് കളക്ഷനിൽ വേറെ ഉണ്ട്. നമ്മൾ ഈ തിരക്ക് കാരണം ഇപ്പോൾ കുറച്ച് അധികം കാണിക്കാനുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് ഉൾപ്പെടുത്താത്തത്. അടുത്ത വീഡിയോ അടുത്ത ഓർഡർ തന്നെ ചെയ്യാം കേട്ടോ. അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. പെർ മീറ്റർ 80 രൂപയേ ഉള്ളൂ. ഡെൽറ്റ നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. നേരിലൊന്നും അടിക്കത്തില്ല. ലൈനിങ് ഒന്നും ആവശ്യമില്ല. അകമ്പുറമൊന്നും കാണുന്ന ടൈപ്പല്ല. പ്രിൻ്റ് ഉണ്ടോ. വൈറ്റിൽ റെഡ് ഫ്ലവർ. ഇനി നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. റെഡിൽ ഈ സെയിം പ്രിന്റിന് വൈറ്റ് ഫ്ലവർ വരുന്നുണ്ട്. 58 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് 80 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോണം. നാളെ ചെയ്യാൻ പറ്റുന്നില്ല വിചാരിച്ച് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കഴിച്ചാൽ അത് നമ്മൾ നോട്ട് ചെയ്ത് പോകുക. ആ ഒരു ക്രമത്തിനാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചിട്ട് നോക്കാൻ ലേറ്റ് ആയ ഒരാളും ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴായാലും കുറച്ച് ലേറ്റ് ആയാലും തിരക്ക്. ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 2-3 ദിവസം തിരക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് നോക്കാൻ ലേറ്റ് ആവും. അന്നേരം ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനി സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഇതിൻ്റെ അടുത്തത് മിക്സ് ആൻഡ് മാച്ച് വരുന്നുണ്ടോ. റെഡും വൈറ്റും.
അപ്പം ബൈ ചാൻസ് നിങ്ങൾ പേയ്മെൻറ്റ് മേടിച്ചു, നമ്മുടെ ഈ ഫാബ്രിക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഡിസൈൻ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ല, വേറെ ഡിസൈൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്ത് തരും. അതും ഒരു 2 ദിവസമോ 4 ദിവസമോ ആഴ്ചകളോ മാസങ്ങളോ ഒന്നും ലേറ്റ് ആകത്തൊന്നുമില്ല ഈ റീഫണ്ട് ചെയ്യാൻ കേട്ടോ. സ്പോട്ടിൽ നമ്മൾ തിരക്കില്ല, കുറച്ച് ഫ്രീ ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ചെയ്യും. അല്ലെങ്കിൽ അന്ന് തന്നെ വൈകിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരാൾക്ക് പോലും നമ്മൾ 1 രൂപ കൊടുക്കാനുണ്ടാവില്ല. അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ബിസിനസ് ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അറിയാം, നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഈ ഡെൽറ്റയുടെ അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് കാന്താ കോട്ടൺ. കാന്താ കോട്ടണിൽ അടിപൊളി ഡിസൈനുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാന്താ വർക്കിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഇതാ ഒരു അടിപൊളി ഡിസൈനാണ്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത്. ഇതിലൊരു ത്രെഡ് വർക്ക് ഉണ്ടോ. ഈ ഡിസൈൻ ഇങ്ങനെ വരിക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിലൊരു ത്രെഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ കാന്താ വർക്ക് എന്ന് പറയുന്നത്, നൂല് കൊണ്ട്. ചിലർക്കൊരു ഡൗട്ടുണ്ട് ഈ നൂല്. ആ ഡൗട്ട് ഏറെക്കുറെ കുറച്ചൊക്കെ സംഭവിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം. ഈ നൂല് കുറച്ച് ആകുമ്പോൾ ഇങ്ങനെ പൊന്തിപ്പോകുന്നൊക്കെ ഒരു സംശയം ചിലർ ചോദിക്കാറുണ്ട്. പൊന്തിപ്പോകുന്ന ഫാബ്രിക് ഉണ്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നിങ്ങളുടെ ഒരു കസ്റ്റമർ സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പൊന്തിപ്പോയി ഇതേപോലെ നൂലിങ്ങനെ പോകുന്ന ഫാബ്രിക് ഉണ്ട്, ഈ കാന്താ കോട്ടണിൽ തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ അത്രയും ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു കാന്താ കോട്ടൺ അല്ല. രാജസ്ഥാനിലെ തന്നെ ജയ്പൂരിലെ തന്നെ ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ഇത് ഫാബ്രിക് ഇത് മാനുഫാക്ചറിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതാണ് അത്രയും ഗ്യാരണ്ടി പറയുന്നത്. കളർ ഒരു സ്വല്പം പോലും പോവില്ല. പ്യുവർ കോട്ടൺ ആണ്, പോളിസ്റ്റർ മിക്സ് ഒന്നുമില്ല. കാന്താ കോട്ടൺ പ്യുവർ കോട്ടൺ ആണ്. നൂലൊന്നും പൊന്തിപ്പോവില്ല, ഒട്ടും കളറും പോകത്തില്ല. 43-44 ഇഞ്ച് വിടുത്ത് വരുന്നത്. റേറ്റ് 110 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. കളർ ഗ്യാരണ്ടി ഒക്കെ 100% പറയുന്നത്, വെറുതെ അല്ല പറയണത്. ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. പിന്നെ നൂല് പൊന്തുന്ന ഒരു ടെൻഷനും വേണ്ട. പെർ മീറ്റർ 110 രൂപയേ ഉള്ളൂ കാന്താ കോട്ടൺ. അതേപോലെ തന്നെ കാമരി കോട്ടൺ ഉണ്ട്, 100 രൂപയേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടെ നമ്മൾ കാണിക്കുന്നില്ല. ഫോട്ടോ ഡിസൈൻ ഉണ്ട്, ഫോട്ടോസ് വേണം അയച്ചു തരാം. ഇതാ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം നമ്മുടെ 2 വാട്സാപ്പ് നമ്പർ. ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടാവും, അറിയാൻ മേലാത്തവർ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആരും ടെൻഷൻ എടുക്കണ്ട. ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. ആ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് മീറ്ററൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സെയിം ഡിസൈൻ, അതുകൊണ്ട് നമ്മൾ ഇത് നിവർത്തുന്നില്ല. ഈ ഒരു കളർ വരുന്നത് നമ്മുടെ ഒരു ചെങ്കല്ല് കളർ, ഒരു ബ്രിക്സിൻ്റെ ഒക്കെയാണ് കളറാണ് വരുന്നത് കേട്ടോ. ചെങ്കല്ല് കളറിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ആ സെയിം ഡിസൈൻ ഒക്കെ കാന്താ കോട്ടനാണ് കേട്ടോ. കാന്താ കോട്ടൺ 100 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. അടുത്ത ഡിസൈൻ ഇതാ. നമ്മളെല്ലാം നിവർത്തുന്നില്ല കേട്ടോ, വീഡിയോ ഒരുപാട് ലോങ് ആവും. കാരണം ഇനി ഹക്കോബ തന്നെ 9 ഡിസൈൻ, അതെല്ലാം നിവർത്തി കാണിക്കാനുള്ളതാണ്. ഇപ്പോൾ കാന്താ കോട്ടൺ എല്ലാം നിവർത്തുന്നില്ല. ഡിസൈൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മീറ്റർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തേക്കണം. ആരും വോയിസ് അയക്കരുത്. മീറ്ററുകൾ ഓരോ ഫോട്ടോ ഇട്ടിട്ട് ഇത് ഇത്ര മീറ്റർ എന്ന് വോയിസ് ഇടരുത് കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ച കളർ പറഞ്ഞത് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്കാണ്, നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഡിസൈൻ വരുന്നത്, കലങ്കാരി ഡിസൈൻ. ഇതാ അജ്രക്ക് പ്രിൻ്റാണ് കൂടുതലും കേട്ടോ. അജ്രക്ക് കലങ്കാരി. ഇതാ ഡാർക്ക് മെറൂൺ റെഡായിട്ട് ചിലപ്പോൾ വീഡിയോയിൽ തോന്നാം. ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാകുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ. അതിപ്പോൾ നമ്മുടേതല്ല, ഏത് ഫോണിലായാലും ഏത് ക്യാമറ എടുത്താലും ചെറിയൊരു വേരിയേഷൻ എന്തായാലും വരും. ഇതാ മെറൂൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ കലങ്കാരി തന്നെ നമ്മൾ ബ്ലാക്കിൽ കാണിച്ചല്ലോ, ആ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഡാർക്ക് നേവി ബ്ലൂവിലാണ് വരുന്നത്. ഓക്കെ, ഇതാ അടുത്ത വേറെ ഡിസൈൻ കണ്ട, യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയി വരുന്ന കളറാണ് കേട്ടോ. ഒക്കെ കാന്താ കോട്ടനാണ്. അതിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ. ഈ ത്രെഡ് വർക്കുണ്ട്. മീറ്റർ 110 രൂപ മാത്രമേ ഉള്ളൂ. 43-44 ഇഞ്ചൊക്കെ വിട്ട് വരുന്നുണ്ട്. അടുത്ത ഡിസൈൻ എന്താ, ബ്ലാക്കിൽ ഫ്ലവർ പ്രിന്റ്. ഓക്കെ, അടുത്തത് മെറൂൺ, ഡാർക്ക് മെറൂൺ. കൂടുതൽ അജ്രക്ക് പ്രിന്റ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് മിക്സ് ആണോ. ഒരു മിക്സും ഇല്ല. ഇതാ അടുത്തത് ഒരു ലൈറ്റ് ബേബി പിങ്കിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ഒരു പീച്ച് കളർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത കലങ്കാരിയിൽ തന്നെ ഒരു മെറൂൺ കൂടി വരുന്നുണ്ട്.
ഇതാ ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. അതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഡിസൈൻ നേവി ബ്ലൂ ആണ് കേട്ടോ, നേവി ബ്ലൂവിലാണിത്. അടുത്തത് അത് നമ്മൾ ബ്ലാക്കിൽ, ഈ ഡിസൈൻ ഫ്ലവർ പ്രിന്റ് ബ്ലാക്കിലും കാണിച്ചിട്ടുണ്ട്, അത് നേവി ബ്ലൂവിലും വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് യെല്ലോ, നമ്മുടെ എന്താ ഒരു കറക്റ്റ് പറഞ്ഞ ഒരു ഉലുവയുടെ കളർ ഉണ്ടല്ലോ, ആ ഒരു ഉലുവയുടെ കളറിലാണ് ഈ ഡിസൈൻ കണ്ട പ്രിന്റ് വന്നത്. കറക്റ്റ് ഉലുവയുടെ കളറാണ് കേട്ടോ, കളറിനൊരു ടെൻഷൻ വെക്കാറ് ഇതാണല്ല. അടുത്തത് ഇതാ ഈ ഒരു കണ്ട പ്രിന്റ് കേട്ടോ, അഞ്ചരക്കില് കാന്താക്കോട്ടനാണ് കേട്ടോ. 110 രൂപ മാത്രമേ ഉള്ളൂ റേറ്റ്. കളർ ഗ്യാരണ്ടി ഉണ്ട്, കളർ പോവില്ല, നൂലൊന്നും പൊന്തി ഇങ്ങനെ വലിഞ്ഞു പോവില്ല, അത്രയും ഗ്യാരണ്ടി ഉള്ള അടിപൊളി കോട്ടൺ മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ചിലർക്ക് പോളിസ്റ്റർ മിക്സ് വന്നാൽ പറയാറുണ്ട്, എന്നോട് കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ട് മിക്സ് ഉണ്ട് പറയണം, കാരണം ഞങ്ങൾക്ക് ആ കോട്ടൺ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അലർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, കാരണം നമുക്കത് പറയാൻ പറ്റണം. കോട്ടൺ ആണെങ്കിൽ മാത്രമേ അങ്ങനെ 100% നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഒരു ടെൻഷനും വേണ്ട, പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാന്താ കോട്ടൻ്റെ കളക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് അടുത്ത ഹക്കോബ, ബ്ലാക്ക് ഹക്കോബയാണ് കാണിക്കാൻ പോകുന്നത്. അതെല്ലാം നിവർത്തിയൊരു ഡിസൈൻ ഞാൻ അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. ഇതാ 9 ഡിസൈൻ ഉണ്ട് കേട്ടോ, 9 ഡിസൈൻ നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിസൈൻ മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ പേപ്പറൊക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ പേടിക്കണ്ട, ഒക്കെ ഫോട്ടോ ക്ലിയർ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഈ ക്ലിയർ ഫോട്ടോസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് പേപ്പർ വെച്ച് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, കറക്റ്റ് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പേ വൈറ്റ്, പീച്ച്, യെല്ലോ, പിന്നെ ക്രീം കളർ കാണിച്ചിരുന്നു. അതേ സെയിം പാറ്റേണിലാണ് ഇത്, നമ്മളെല്ലാം ഒരേ പാറ്റേൺ, അതായത് കളർ വ്യത്യാസമുണ്ട്. ഈ ബ്ലാക്കിൽ തന്നെ 9 പാറ്റേൺ, 9 ഡിസൈൻ വരുന്നുണ്ട്. ഹോൾസ് കോപ്പിയാണ് കേട്ടോ, ഹോള്, ത്രെഡ് വർക്ക്, ഒക്കെ ഹെവി വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ ഇത് മേടിച്ച കുറേ കസ്റ്റമേഴ്സ് വളരെ ഹാപ്പിയാണ് കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ടായിരുന്നു എനിക്ക് കോട്ടൺ മാത്രമേ പറ്റുള്ളൂ, കറക്റ്റാണെങ്കിൽ പറയണം ഒക്കെ പറഞ്ഞ് അവരെല്ലാം കിട്ടി, ഒക്കെ ഹാപ്പിയാണ്, എല്ലാവരും മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പോൾ ഹോൾസ് നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചാൽ ബ്ലാക്കിൽ കാണാൻ പറ്റില്ല. ഈ ബ്ലാക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഒന്നല്ല കുറച്ചധികം പ്രത്യേകത പറഞ്ഞുതരാം. ഉണ്ടോ വൈറ്റ് പേപ്പർ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഫോട്ടോസ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പീച്ച്, യെല്ലോ, വൈറ്റിലൊക്കെ ഉണ്ടാകുന്ന അതേ ഡിസൈനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കാണാൻ മേലൊന്നും ടെൻഷൻ വേണ്ട. പിന്നെ ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഫോട്ടോസിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു മങ്ങൽ തോന്നാം, ഫോട്ടോ കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നമ്മുടെ എന്താ പറയുക ബ്ലൂമിങ് ജോർജറ്റിൻ്റെ കളർ ഉണ്ടായിരുന്നു, കൺമഷിയുടെ ഒക്കെ. അപ്പോൾ ആ ഒരു നമുക്ക് ആദ്യം ഒരു ടെൻഷനാണ്, ഏത് ഫാബ്രിക്കിലും ഈ ബ്ലാക്ക് വരുമ്പം നരച്ച ബ്ലാക്കാണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഒരു ബ്ലാക്ക് കോട്ടണിൽ ചെയ്യാൻ ഇതിൽ കുറേ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നിങ്ങൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നാലെ ആയിട്ട് കുറച്ചായി, ഒരു 3-4 മാസമെങ്കിലും ആയിട്ടുണ്ട് ഡാർക്ക് കളേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പ്യുവർ കോട്ടൺ ആയിരിക്കണം. പിന്നെ രണ്ടാമത് കളർ പോകരുത്, നല്ല ജെറ്റ് ബ്ലാക്ക് ആയിരിക്കണം, മങ്ങലുണ്ടാവരുത്. അതാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഡാർക്ക് കളേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടി അത് ക്ലിയർ ആയിട്ട് സക്സസ് ആയിട്ടുണ്ട്, ലാബ് ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പിന്നെ വരുന്നൊരു സംശയം, ബ്ലാക്കാണ് എന്തായാലും ഒരു സ്വല്പം കളർ പോകുന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവും, എൻ്റെ അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ടെൻഷൻ എടുത്ത് അത്ര റിസ്ക് എടുത്ത് ഞാൻ ചെയ്തതാണ്. 100% സക്സസ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു തുള്ളി കളർ പോകത്തില്ല. ഞാൻ ടൈമില്ലാണ്ട് ഞാനൊന്ന് വിചാരിച്ചാണ് ഈ ബ്ലാക്ക് ചെയ്യുമ്പോൾ ഇവിടെ സോപ്പ് പൊടിയും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ട് കഴുകി പിഴിഞ്ഞ് ഞാൻ ഓൾറെഡി നോക്കിയതാണ് കേട്ടോ. ഇതിനു മുമ്പേ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ലാബ് ടെസ്റ്റ് ചെയ്തു, ഗുജറാത്തിൽ അവർ ചെയ്തു, അതിന് ശേഷം ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് നമ്മൾ കട്ട് ചെയ്ത് സോപ്പ് പൊടി ഇട്ട് നന്നായിട്ട് കഴുകി, പതപ്പിച്ച് കഴുകി എന്നിട്ട് ചില്ല് ഗ്ലാസ്സിലെടുത്ത് നോക്കി, ഒരു തുള്ളി കളർ പോലും ഇതിൽ പോകത്തില്ല, ഗ്യാരണ്ടിയാണ് കേട്ടോ. ഞാനിവിടെ ഒന്ന് വെറുതെ പറയുകയല്ല, ഇതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും, ഇതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ കഴുകുമല്ലോ എന്തായാലും നമ്മൾ ഡ്രസ്സ്. അപ്പോൾ അടുത്ത ഡിസൈൻ കാണിക്കാം.
അപ്പോൾ ബ്ലാക്ക് കാണിക്കുമ്പോൾ നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ആക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് വരുന്ന സംശയങ്ങളാണ്. കാരണം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മങ്ങലുണ്ടാവുമോ, നരച്ച ബ്ലാക്ക് ആവുമോ, കളർ പോവുമോ, ഓക്കെ. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പ്യുവർ കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനൊരു ചെറിയൊരു വ്യത്യാസം, എനിക്കത് പറയാനൊരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഇതിന് ഒരു 10 രൂപ കൂടുതലുണ്ട് നമ്മുടെ വൈറ്റും ബീച്ച് കക്കോബ വെച്ചിട്ട്. 180 കൊടുത്ത്, ഇത് 190 രൂപയാണ് കേട്ടോ. സോറി, നിങ്ങൾ ക്ഷമിക്കണം. ഇതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. എന്താ അങ്ങനെ കൂട്ടേണ്ടി വന്നതെന്ന്. മനഃപൂർവ്വം കൂട്ടിയ എല്ലാ സാഹചര്യം കൊണ്ട് കൂട്ടിയതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ബ്ലാക്ക് ചെയ്തപ്പോൾ കളറ് കുറച്ച് മോശമായിരുന്നു. അതായത് അപ്പോൾ അവർ നമ്മുടെ മാനുഫാക്ചേഴ്സ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ജെറ്റ് ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡൈ ചെയ്തപ്പം അത്ര നല്ല പ്യുവർ ബ്ലാക്ക് അല്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ജെറ്റ് ബ്ലാക്ക് വേണം, കളർ തുള്ളി പോകരുത്, പ്യുവർ കോട്ടൺ ആയിരിക്കണം. അപ്പം വീണ്ടും ഇതിൽ ഒരു ഡൈയിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ബ്ലാക്ക് ഡാർക്ക് കളേഴ്സ് വരുമ്പം ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഡാർക്ക് ഡൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു ചിലവ് കൂടി. എന്നോട് 20 രൂപയൊക്കെ കൂടുതൽ പറഞ്ഞാണ്. പിന്നെ ഞാനത് സംസാരിച്ചത് 10 രൂപയിലാക്കി നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് 190 രൂപയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാബ്രിക്കിൽ 10 രൂപ കൂട്ടേണ്ട ഒരു സാഹചര്യം വന്നത്. അത് ഇതുപോലെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സോറി പറഞ്ഞത് കേട്ടോ. ഇതാ അതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ, ഇതിൽ നല്ല ഹോൾസാണ് കേട്ടോ, വലിയ ഹോൾസാണ് കേട്ടോ. ഇതിനൊക്കെ ഒന്നുകൂടെ ക്ലിയറായി. ഓക്കെ, അടുത്ത ഡിസൈൻ കാണിക്കാം. 9 ഡിസൈൻ ഉണ്ട് കേട്ടോ. സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെല്ലാ ഫാബ്രിക്കിലും 5 രൂപയോ 10 രൂപയൊക്കെ കുറയ്ക്കാനും ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡെൽറ്റ തന്നെ ഉണ്ടോ, 90 രൂപയ്ക്ക് കൊടുക്കാം, ഞാൻ 80 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് മാക്സിമം കുറച്ച് കൊടുക്കാൻ ട്രൈ ചെയ്ത ഈ ഒരു സാഹചര്യം കൊണ്ടാണ് 10 രൂപ കൂട്ടേണ്ടി വന്നത് കേട്ടോ. അടുത്ത ഡിസൈൻ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ 10 രൂപ കൂടിയാലും എന്താണെന്ന് വെച്ചാൽ അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല പ്യുവർ നല്ല ജെറ്റ് ബ്ലാക്ക് കിട്ടി, ഒരു തുള്ളി കളർ പോകത്തില്ല, പ്യുവർ കോട്ടണിലുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, PC കോട്ടൺ ആണെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷൻ ഇല്ല. 100 രൂപ 110 രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ കളർ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കളർ പോകത്തില്ല. കാരണം പോളിസ്റ്റർ മിക്സ് ആയിരിക്കും. ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ് ഇത്ര റിസ്ക് ആയത് കേട്ടോ. ഓക്കെ, അടുത്ത ഡിസൈൻ കണ്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എടുത്തയച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഇതാ അടുത്തത്. ഓക്കെ, എല്ലാം ഹെവി വർക്കാണ് കേട്ടോ. ഈ 9 ഡിസൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കൊണ്ടുവന്ന അതേ ആ ഹെവി വർക്ക് തന്നെയാണ് എല്ലാം ഈ ബ്ലാക്കിലും വന്നിട്ടുള്ളത്. വൈറ്റ് ക്രീമിലൊക്കെ ചെയ്ത് അതേ ഡിസൈൻ തന്നെയാണ് 9 ഓക്കെ, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നല്ല അടിപൊളി കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ഹാർഡല്ല, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ ഒരു ഡൗട്ടും വേണ്ട, നല്ല സോഫ്റ്റ് ആണ്. ഇതാ ഒക്കെ പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ. പ്രീമിയം കാമറിക് കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു കസ്റ്റമർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് എടുത്ത് പറഞ്ഞു കേട്ടോ. ഏത് കോട്ടൺ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രീമിയം കാമറിക് കോട്ടൺ. ഈ പേര് പറഞ്ഞ് ചിലപ്പോൾ നല്ല റേറ്റൊക്കെ പലയിടത്തും മേടിക്കുന്നുണ്ട്. റേറ്റ് ഉണ്ട് എനിക്കറിയാം. ഇത് മിനിമം ഇതിനൊരു 240 രൂപ ഒരുവിധം കടകളിൽ സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് പ്യുവർ കോട്ടണിൽ കേട്ടോ. ഞാൻ PC മിക്സഡ് കോട്ടണിലല്ല പറഞ്ഞത്. അത് 100, 110, 120 ആ റേറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പ്യുവർ കോട്ടണിൽ പറഞ്ഞത്. ഓക്കെ, ഒരു ഡിസൈൻ കൂടി ഉണ്ട് ബ്ലാക്കിൽ. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. DTDC ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. DTDC വഴിയാണെങ്കിൽ 1 കിലോയ്ക്ക് 50 രൂപ വരും ഓർ കേരള അയക്കാനായിട്ട്. ഈ കോട്ടനൊക്കെ ഒരു മാക്സിമം 6-7 മീറ്ററാണ് മാക്സിമം പോകത്തുള്ളൂ 1 കിലോയിൽ കേട്ടോ.
ഈ ഹക്കോബ. ഓക്കെ, അപ്പോൾ ഹക്കോബയുടെ 9 ഡിസൈനുകൾ കാണിച്ചു. അപ്പോൾ നമ്മളിത് 3 കളക്ഷനാണ് കാണിച്ചത്. ഒന്ന് ക്രിസ്മസ് കളക്ഷൻ ഡെൽറ്റ കാണിച്ചു, രണ്ടാമത് കാന്താക്കോട്ടൺ. കാന്താക്കോട്ടന് 110 രൂപയുള്ളൂ, ഡെൽറ്റയ്ക്ക് 80 രൂപ മാത്രമേ ഉള്ളൂ മീറ്റർ. ഹക്കോബ ബ്ലാക്ക് ഹക്കോബയ്ക്ക് 190 രൂപയാണ് കേട്ടോ. ബാക്കി ഹക്കോബ വൈറ്റ് പീച്ച് ക്രീമിന് 160 രൂപയുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ വൈറ്റ് പീച്ചിനൊക്കെ 180 രൂപയാണ്. ഇതിന് മാത്രം 190 രൂപയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹക്കോബയുടെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും. ക്രിസ്മസ് കളക്ഷൻ ഇനിയും വേറെ വന്നിട്ടുണ്ട്, നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഉള്ളൂ. ദൂരെ നിന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നേരത്തെ വരണം കേട്ടോ. 7 മണി കണക്കാക്കി ആരും 6:45 6:00 വരരുത്. 7 മണിക്ക് നമ്മൾ അടയ്ക്കും. കാരണം സ്റ്റാഫൊക്കെ 7 മണി വരെ ഉള്ളൂ. ലേഡീസ് സ്റ്റാഫാണ്, അവർ 7 മണി വരെ നിൽക്കുള്ളൂ. അപ്പോൾ കൂടുതൽ നിൽക്കുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, നിങ്ങൾ സഹകരിക്കണം. ഇന്ന് വരെ സഹകരിച്ച് നമ്മളെ എല്ലാ കസ്റ്റമേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒരു ഈ ലെവലിൽ എത്താൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ടൈം ഓർക്കുക, രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ. ഞായറാഴ്ച ഓപ്പൺ അല്ല കേട്ടോ. ഞായറാഴ്ച ഇപ്പോൾ ആരും വരുന്നില്ല, എൻ്റെ അറിവിൽ ആരും വരില്ല. എങ്കിലും കുറച്ച് പേരൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന് അറിയാണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരോട് പറയാം, ഞായറാഴ്ച ഓപ്പൺ അല്ല. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വിശേഷ ദിവസം നമ്മൾ ഞായറാഴ്ച ഓപ്പൺ ആകണമെങ്കിൽ ഞാനത് യൂട്യൂബിൽ പറഞ്ഞിട്ട് തന്നെ ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. നിങ്ങളെയൊക്കെ അറിയിച്ചിട്ട് ഓപ്പൺ ആക്കുള്ളൂ. ഞായറാഴ്ച ഇപ്പോൾ നിലവിൽ നമ്മൾ ക്രിസ്മസിന് അങ്ങനെ ഓപ്പൺ ആക്കാനൊരു പ്ലാനിങ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്ത് അറിയിക്കും. അപ്പോൾ നിങ്ങൾ സഹകരിക്കണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.